ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു ചെറിയൊരു ടീ പാർട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്നാക്സിൻ്റെ റെസിപ്പീസും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് എല്ലാം കേട്ടോ ഇത്. എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ കറിവേപ്പിലയെല്ലാം പറിച്ച് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാര്യം നമ്മളിങ്ങനത്തെ എന്തെങ്കിലും ആക്കുമ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ കറിവേപ്പിലയും മുറ്റത്തില്ല എന്തെങ്കിലും പറിക്കാനെല്ലാം ഉണ്ടെങ്കിലെല്ലാം പറിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തേക്ക് ഓടേണ്ടി വരില്ല കേട്ടോ, എന്താണ് മുറ്റത്തേക്ക് പായേണ്ടി വരില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഫസ്റ്റ് തന്നെ പറിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എന്താണ് സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലെടുത്ത കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോ, റെസിപ്പീസ് എല്ലാം ആയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത്. ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഫുള്ളൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു റെസിപ്പീസ് മാത്രമായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇതാ ഈ ഒരു വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു 12-1 മണിയെല്ലാം ആകാനായ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അതായത് ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്ത് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. കാരണം എനിക്ക് എന്ത് പണിയിലും കഴിയുമ്പോൾ എനിക്ക് കിച്ചണെല്ലാം നല്ല ക്ലീനാക്കി കിച്ചണെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാലാണ് എനിക്ക് കുറച്ചും കൂടി എല്ലാം ചെയ്യാൻ നല്ലൊരു എളുപ്പമാട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കനെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ആക്കാട്ടോ. എന്താണ് നെഗറ്റീവോ പോസിറ്റീവോ എന്തായിക്കോട്ടെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ആക്കാട്ടോ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ മസാലയെല്ലാം ഇട്ട് വെക്കലാണ് കേട്ടോ. അതായത് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ ചിക്കന്, ചെമ്മീൻ ഇതെല്ലാം വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചൊന്നല്ല, ഒരു 2-3 ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അന്നത്തെ ദിവസം ഗസ്റ്റെല്ലാം വന്നുകൊണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം എല്ലാം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിൽ വേണ്ടി കുറച്ച് മസാലയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്കൊരു ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ ഇതിൽ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഈ വെള്ളമെല്ലാം ഫുള്ളായിട്ടൊന്ന് വെറ്റിച്ചിട്ട് അതിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ നേരെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെമ്മീനും കൂടി ഒന്ന് മസാല ഇട്ട് വെക്കലാണ്. അപ്പോൾ ഇത് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ലെമൺ ജ്യൂസിന് പകരം നമുക്ക് വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ലെമൺ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയിലേക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഇന്നത്തെ ദിവസം നമുക്കിവിടെ നെയ്പ്പത്തിൽ ഇങ്ങനെ നെയ്പ്പത്തിലും ബീഫും അതും ഒരു സൈഡിനാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലേക്കും എല്ലാം വേണ്ടിക്ക് ഞാൻ കുറച്ചധികം തന്നെ ഉള്ളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുകയും ചെയ്യുക, ബാക്കി കുറച്ചുള്ളത് ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ഐറ്റംസിനെല്ലാം കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ ആദ്യം തന്നെ. പിന്നെ ഈ ചോപ്പറിലുകൊണ്ട് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. കാരണം ഈ ചോപ്പറിൽ നമുക്ക് ഒരുപാട് ഉള്ളിയും ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. വലിയൊരു പണിയേ നമുക്ക് കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പേടിക്കാനേ ഇല്ല കേട്ടോ അത്. അപ്പോൾ ഇത് ഉമ്മ ഇടുന്ന ബീഫെല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ഏകദേശം സ്നാക്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയത്. ഞാൻ പിന്നെ എന്തുണ്ടാക്കുമ്പോൾ ഞാനൊരു ടൈം നോക്കിയിട്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എനിക്കാക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ഇത് ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് വേണ്ടിക്ക് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കനും ഈ ഒരു വെജീസ് എല്ലാം വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നമ്മളെ സമൂസ ഷീറ്റിൽ നമ്മളെ നോർമൽ സമൂസ ആ ഒരു രീതിയിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഗൾഫിലുണ്ടായ ടൈമിൽ നമ്മളൊരു അറബി ഫ്രണ്ടിന് ആക്കി കൊടുത്തതാണ് കേട്ടോ ഇത്. കാരണം അവരിങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കുമല്ലോ. നമ്മൾ നോമ്പിനെപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സ്നാക്സ് എല്ലാം ഷെയർ ആക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ അവരെന്തെങ്കിലും തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാനധികം ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കി കൊടുക്കട്ടെ. അവർക്ക് അങ്ങനെ കൂടുതൽ എരിവും അതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഉള്ളിയും കൂടി വേണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. കാരണം ഞാനെല്ലാം
എന്താണ് ഞാൻ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് നമ്മളെ കട്ടിങ് എല്ലാം ഞാൻ ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഓൺ ആക്കൽ. കാരണം എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിനക്കെല്ലാം ചെയ്യാൻ കുറച്ചും കൂടിയും പാങ്ങുണ്ടായാൽ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചിക്കി എടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പൊടിഞ്ഞ് മൊത്തത്തിൽ ആകെ കൊളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ആ ഒരു സോയ സോസിൻ്റെ എല്ലാം ടേസ്റ്റ് വന്നിട്ട് നല്ലൊരു പാങ്ങാണ്. അപ്പോൾ ഇത് ചിക്കൻ ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കെല്ലാം ഇതിൻ്റെ മസാലയെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഓരോന്നിൻ്റെയും മസാലകളെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ സമൂസേൻ്റെ മസാലയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാബേജ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കവും ക്യാബേജും ഓവറായിട്ട് കുക്കാകണ്ട കേട്ടോ. ആ ഒരു അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് പോലെ ആ ഒരു ഫീൽ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആ ഒരു കറുമുറു പോലെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടണം. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സോയ സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ കെച്ചപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ചേർത്തിട്ട് വേറെ ഇതിൽ എക്സ്ട്രാ പ്രത്യേകിച്ചൊരു മസാലകളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി കേട്ടോ. വെജീസ് എല്ലാം കഴിക്കാനെല്ലാം ഇങ്ങനെ ചിക്കൻ്റെ കൂടെ ആ ഒരു വെജീസ് എല്ലാം വരുമ്പോൾ നമുക്ക് കഴിക്കാനും നല്ലൊരു പാങ്ങാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മസാല നമ്മൾ ഈ ഒരു ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ ചെമ്മീൻ വെച്ചിട്ടില്ല ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ഒരു ചെമ്മീൻ്റെ ആ ഒരു പണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെമ്മീൻ അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനും അതും പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ആ ഒരു ചിക്കനും വെജീസെല്ലാം വെച്ചിട്ടില്ല. അതിൽ നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളെ നോർമൽ വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ അത് എനിക്ക് പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത സെയിം പാനിൽ തന്നെ നമ്മളെ ഉള്ളിയെല്ലാം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ സെയിം ആ ഒരു ഇതും ഒരു ഈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഓവറായിട്ടുള്ള കലാപരിപാടികളൊന്നും ഇതിലില്ല. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ കുറച്ച് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടിയും ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ചെറിയൊരു പീസ് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം എടുക്കുമ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. ഇഞ്ചിയാണ് കുറച്ച് ഇഞ്ചിയും ചെറിയൊരു പീസ് മതി. പക്ഷേ വെളുത്തുള്ളി ഒരു 2 അല്ലിയേ വേണ്ടു കേട്ടോ. നമ്മളെ മസാലകളിലെല്ലാം ഇങ്ങനെ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല പൗഡർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മളൊരു കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീനാന്ന് വിചാരിച്ചിട്ട് ഫിഷ് മസാല ചേർക്കണം എന്നില്ല. നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞാലാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ്റെ ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ മധുരം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം രണ്ടും ഉപ്പിട്ട് തന്നെ ചായക്കടിയായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മധുരത്തിൻ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് പഴം വെച്ചിട്ട് നമ്മളെ പഴം നിറച്ചതുണ്ടല്ലോ നോർമൽ അതന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പശു നെയ്യ് ഉണ്ടല്ലോ നാടൻ പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിമ്പിളായിട്ട് ാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കുറേ ഒരുപാട് കാണിച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും ഇപ്പം ഇനി നമുക്ക് നോമ്പെല്ലാം വരുന്ന ടൈമല്ലേ ശരിക്കും ഈ ഒരു സ്നാക്കെല്ലാം ഉണ്ടാകുന്ന ആ ഒരു നോമ്പിൻ്റെ ഫീൽ തന്നെയാണ് കേട്ടോ അതിലത്. അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ജസ്റ്റ് ഒന്ന്
ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അതിൽ ആ മുട്ടേൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഫസ്റ്റ് ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു 2-3 സെക്കൻഡ് ഒന്ന് അങ്ങനെ തന്നെ വെക്കണം. അതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ആ ഒരു മൊത്തത്തിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ പണ്ടം കൂടി അങ്ങ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 മസാലയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. ഞാൻ ഫസ്റ്റ് കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളെ മസാലകളെല്ലാം സെറ്റാക്കി ലാസ്റ്റാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഇനി ഞാനിവിടെ ഒന്നുമില്ല കേട്ടോ, ഇത് എൻ്റെതല്ല. കാരണം ഞാൻ ഉമ്മ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്പ്പത്തിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് പള്ളിയിൽ ചെറിയ ഇങ്ങനെ നേർച്ച പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നും നെയ്പ്പത്തിൽ കൊണ്ടുപോകേണ്ട ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്പ്പത്തിൽ ചുടാനായിട്ട് ഉമ്മ എല്ലാം സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. ഇത് എന്താന്ന് കുറേ അധികം ചുടാനുണ്ട്. അപ്പോൾ കുറച്ചധികം തേങ്ങയും ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ വേണം കേട്ടോ എൻ്റെ സ്നാക്കിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയെല്ലാം എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇത് ആ തേങ്ങയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണപ്പം ഉണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ആക്കുന്നത്. നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ മസാല വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മളെ ജീരകശാല റൈസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മണിക്കൂറൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക, മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ട് വന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരി ഏകദേശം ഒരു 1.5 കപ്പോളം അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഓവറായിട്ട് അങ്ങ് കൂടാനും പാടില്ല, അതുപോലെ തന്നെ അധികം തിക്കാവാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ നമുക്ക് ഡിന്നറായിട്ടും കേട്ടോ. ഈവനിങ് സ്നാക്കാണെങ്കിലും ഡിന്നറായിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് എല്ലാവർക്കും ഈ എണ്ണക്കടികളെല്ലാം എണ്ണയിലിട്ട് പൊരിച്ചതെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഈ ഒരു സ്നാക്സ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവല് നമുക്കിങ്ങനെ ചെമ്മീനിട്ട് ആ ഒരു മസാലയിൽ ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു കുഴിയിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ മസാലയും കൂടി വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുള്ളായിട്ട് ഒന്ന് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മസാലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്കത് കുക്കായി വരുമ്പോൾ ഉണ്ടല്ല ആ ഒരു ഗ്രീൻ കളറും ഇതെല്ലാം ആയിട്ട് നല്ലൊരു പാങ്ങുണ്ടാവും കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ 2 തട്ടിലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് വേണമെങ്കിൽ ചെമ്മീൻ അത്യാവശ്യം വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടത്. വേണമെങ്കിൽ നമുക്ക് കട്ടാക്കിയിട്ടിടാം. ഇനിയിപ്പം ചെറിയ ചെമ്മീനാണെങ്കിൽ ഓരോരോ ചെമ്മീനിൻ്റെ മുകളിൽ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാനതിൽ 2-3 ചെമ്മീൻ ഇങ്ങനെ ഒന്ന് ബാക്കിയാക്കിയിട്ട് അത് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി തട്ടിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. പിന്നെ ആവി ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അപ്പാടന്നെ ഇത് ഓപ്പണാക്കി അപ്പാടന്നെ ഇത് എടുക്കാൻ പാടില്ല. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം എടുക്കണം കേട്ടോ. എന്നാലും അത് നല്ല കറക്റ്റായിട്ട് സ്കൂപ്പ് ചെയ്ത് കിട്ടൽ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ പഴമെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ സ്നാക്സും ആ ഒരു ടൈമിൽ തന്നെ വേഗം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ. കാരണം അതാകുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ പഴമെല്ലാം ഒന്ന് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതാ ഇനി പഴം നിറച്ച് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ സൈഡെല്ലാം അതായത് ഇതിൻ്റെ ഒരു 3 സൈഡും ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് 3 സൈഡും ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല ഈസിയാണ്. പിന്നെ ഇതെല്ലാം
എന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഴം നിറച്ചതെല്ലാം കഴിക്കാനായിട്ട്. ഇതെല്ലാം പല രീതിയിലും ആക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് മൈദ മുക്കിയിട്ട് അങ്ങനെ മൈദ മാവിൽ എന്താണ് ആ ഒരു ബാറ്ററിലും പൊരിക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പ്ലെയിനായിട്ട് ആവും ചെയ്ത് നമുക്ക് വേഗം എന്താണ് സിമ്പിളായിട്ട് പെട്ടെന്നെല്ലാം ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ വേഗത്തിലാക്കാൻ ഇങ്ങനെയെല്ലാം കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ആ പഴത്തിൻ്റെ എല്ലാ സൈഡും ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പഴം കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴം നിറച്ചത് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാട്ടോ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് എന്താണ് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് എന്താണ് പൊരിഞ്ഞങ്ങ് പോകുമൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു എല്ലാ സൈഡും ഒന്ന് ഒരു കളറെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിത് എന്താണ് തിരിച്ചു മറിച്ച് ഇടുമ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഇടണം കേട്ടോ. ഓരോന്നും സ്പൂൺ വെച്ചിട്ട് തന്നെ ഇടാം. നമ്മളെ വലിയ ആ ഒരു കയ്യിലെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം സിമ്പിളായിട്ട് വേഗം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാനിപ്പം ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സ് എല്ലാം ആയിട്ട് ഇങ്ങനെ എന്താണ് ചെറിയ ഷോർട്ടായിട്ട് റെസിപ്പീസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെയുള്ള റെസിപ്പീസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഇൻസ്റ്റ ഒന്ന് ഫോളോ ആക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പഴമൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു സ്നാക്കും ഞാൻ നേരത്തെ എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ ചൂടോടെ എടുക്കുന്ന ടൈമിലുണ്ടല്ലോ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ സോഫ്റ്റ് പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവൽ. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടൽ. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ നമ്മൾ സമൂസ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സമൂസ ഷീറ്റെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു ഷീറ്റില്ലോണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ പരത്തിയിട്ടുള്ള ആക്കലെല്ലാം ഭയങ്കര ഒരു ബെന പോലെയാണ്. പിന്നെ ഈ ഒരു സമൂസ ഷീറ്റിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്, ആ ഒരു നല്ലൊരു ക്രിസ്പ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കതിങ്ങനെ പരത്തിയിട്ട് ആക്കിയാലും മതി കേട്ടോ. പിന്നെ അതെല്ലാം കുറച്ചും കൂടിയും പണിയല്ലേ. അപ്പോൾ ഇത് നമ്മൾ സമൂസ ഷീറ്റ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കുന്നതല്ലേ. ഇതൊന്നും ചില ആൾക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ട് കേട്ടോ. ശരിക്കും എനിക്കിത് എന്താണ് ഇതിൻ്റെ ആ ഒരു രീതി പഠിപ്പിച്ചു തന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ഓനാണ് എനിക്ക് ഫസ്റ്റ് ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ, അന്നേരമൊന്നും ഇപ്പോൾ ഒന്നല്ല കേട്ടോ, മുമ്പ് ഇത് പണ്ടപ്പോൾ ഇത് ഇറങ്ങിയ പാട്. അന്നേരം യൂട്യൂബെല്ലാം ഉണ്ട്, അത്ര ഒരു ഫേമസ് ഒന്നുമല്ല യൂട്യൂബ് ചാനൽ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആ ഒരു ടൈമിലില്ല കേട്ടോ. അപ്പോൾ അന്നേരം ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയാണ് ഫസ്റ്റ് സമൂസ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ റീലും ഓരോരോ സ്റ്റോറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഈ ഒരു ഷീറ്റെല്ലാം അവർ ഇറങ്ങിയ ടൈമിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതെങ്ങനെ മടക്കുക കോട്ടുക ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇപ്പോൾ എല്ലാം ഇതിനെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഇതും ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലെല്ലാം ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ തന്നെ എല്ലാം കാണാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സമൂസ ഷീറ്റിൽ ഇങ്ങനെ മടക്കുന്നതെല്ലാം പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതും എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ ഇതൊന്നും ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതെല്ലാം തിരിച്ച് മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അതും അങ്ങനെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആ ഒരു പഴം നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും സിമ്പിളല്ലേ, വേഗത്തിൽ ആക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് എല്ലാം ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതും മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഈ കായടയെല്ലാം ആക്കുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സ്നാക്സേ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സമൂസ ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ സ്നാക്സും നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് സ്നാക്സ് റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഉമ്മ ബീഫും റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വിളമ്പിയിട്ടുണ്ടായിന്. അപ്പം ബീഫും നെയ്പ്പത്തിലും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ.
എന്താണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ചൂടോടെ ഇല്ല ബീഫും നെയ്പ്പത്തിലും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്നാക്സിൻ്റെ കൂടെ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു ടീ പാർട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പം നെയ്പ്പത്തിലിടുന്ന് ചുട്ട് കഴിയണം അത്ര കേട്ടോ, കാരണം ഒരുപാട് ചുടാനുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഉമ്മ നെയ്പ്പത്തിലെല്ലാം ചുട്ടെല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.